നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 3 ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയും US തമ്മിലുള്ള താരിഫുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഒടുവിൽ അമേരിക്ക വഴങ്ങുകയുണ്ടായി. 25% നിന്ന് 18% ഇന്ത്യയുടെ താരിഫ് അമേരിക്ക കുറച്ചിരിക്കുന്നു. കൂടാതെ ഗിഫ്റ്റ് നിഫ്റ്റി കുതിച്ചുയർന്നിരിക്കുകയാണ്. ഏകദേശം 800 പോയിന്റ്സിന് അടുത്തുള്ള ഒരു മെഗാ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ വരാൻ സാധ്യതയുള്ളത്. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്ക് വരാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ടോപ്പ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ചുള്ളതാണ്. അമേരിക്ക ഇന്ത്യയുമായി നടത്തുന്ന പുതിയ ട്രേഡ് ഡീലിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫ് 25% നിന്ന് 18% കുറയ്ക്കാൻ അമേരിക്ക സമ്മതിച്ചിരിക്കുന്നു. ഇന്ത്യ ഏകദേശം $500 ബില്യൺ വിലമതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങും. കൂടാതെ റഷ്യയിൽ നിന്നുമുള്ള എണ്ണ വാങ്ങൽ ഇന്ത്യ കുറയ്ക്കുകയും ചെയ്യും. ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായി വരുന്നത്. ഇതിൽ തന്നെ കൂടുതൽ എക്സ്പോഷർ ലഭിക്കുക, മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ മാർക്കറ്റിൽ കൂടുതൽ അവസരമുണ്ടായിരിക്കും. ഇത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റ് ചില പോയിന്റുകൾ കൂടി ഇതിനോടൊപ്പം പറയാനുള്ളത്. ഇന്ത്യയുടെ താരിഫ് ഇപ്പോൾ 18%. ഇന്തോനേഷ്യയുടെ താരിഫ് 19%, വിയറ്റ്നാം 20%, ബംഗ്ലാദേശ് 20%, ചൈന 34% എന്നിങ്ങനെയാണ്. അതായത് ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങളുമൊക്കെയായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ താരിഫ് ഇപ്പോൾ 18% എന്ന ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ്. ഇതിൽ തന്നെ ചൈനയ്ക്കാണ് ഏറ്റവും ഉയർന്ന താരിഫ് വരുന്നത്, 34%. ഏതായാലും ഈ ഒരു താരിഫ് റിഡക്ഷൻ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഫോക്കസിൽ വരുന്ന പ്രധാനപ്പെട്ട മേഖലകളായി കാണാൻ കഴിയുന്നത് ടെക്സ്റ്റൈൽസ്, കെമിക്കൽസ്, ഓട്ടോ പാർട്സ്, സീ ഫുഡ് തുടങ്ങിയവയൊക്കെ ആയിരിക്കും. ഈ സെക്ടറുകളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകൾ അടക്കം എല്ലാ പ്രധാനപ്പെട്ട മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതിൽ തന്നെ US മാർക്കറ്റുകളിലേക്ക് വന്നാൽ S&P 500 0.54% നേട്ടത്തിലും നാസ്ഡാക്ക് 0.56% നേട്ടത്തിലും ക്ലോസ് ചെയ്തപ്പോൾ ഡൗ ജോൺസ് ആണ് മികച്ച നേട്ടം കൈവരിച്ചത്, 1% മുകളിൽ ഉയർന്നു. ഇന്നലെ നന്നായി പെർഫോം ചെയ്ത് ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയായിരുന്നു. ആൽഫബറ്റ് 1.9% ഉയർന്നു. ആമസോൺ 1.5% നേട്ടവും ഉണ്ടാക്കി. AI റിലേറ്റഡ് ഡിമാൻഡ് കാരണം ചിപ്പ് മേക്കേഴ്സാണ് ഇന്നലെ നല്ല നേട്ടമുണ്ടാക്കിയത്. സാൻഡിസ്ക് ഏകദേശം 15% ഉയർന്നു. അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് AMD 4% നേട്ടവും മൈക്രോൺ ടെക്നോളജീസ് ഏകദേശം 5.5% നേട്ടവുമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ വിപ്രോ 6% മുകളിൽ ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇൻഫോസിസ് 4% ഉയർന്നു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 5% നേട്ടമുണ്ടാക്കിയപ്പോൾ HDFC ബാങ്ക് 4% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 1% നേട്ടവും ഉണ്ടാക്കി. ഇനി US വിപണിയിലേക്ക്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ 3% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 5% അടുത്ത് നേട്ടത്തിലും ഗിഫ്റ്റ് നിഫ്റ്റി 3% അടുത്ത് നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യയുമായുള്ള ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏഷ്യൻ വിപണികളെല്ലാം ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 780-ലധികം പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുക. ഇനി ഗോൾഡ് പ്രൈസിലേക്ക്. ഇന്നലെയും സ്പോട്ട് ഗോൾഡ് 4% അടുത്ത് ഇടിഞ്ഞിരുന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,12,320 രൂപയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഗോൾഡിലും അതുപോലെ സിൽവറിലും നല്ലൊരു നേട്ടത്തിനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 4%-ഒക്കെ ഒരു റിക്കവറി ഇപ്പോൾ ഗോൾഡിൽ കാണുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 2% നേട്ടത്തിൽ $78,000 ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസിലേക്ക്. തിങ്കളാഴ്ച എണ്ണവില ഏകദേശം 4% ഇടിവാണ് ഉണ്ടാക്കിയത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് ട്രംപ് പറഞ്ഞതും ഡോളർ ശക്തിപ്പെട്ടതുമാണ് ഇതിന് കാരണമായത്.
ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 3 മാസത്തേക്ക് 1299 രൂപയ്ക്ക് 55% ഡിസ്കൗണ്ടോടുകൂടി ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാർക്കറ്റിൽ വലിയ ഒരു റിക്കവറിയൊക്കെ വന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് അഡ്വൈസോടുകൂടി നല്ല സ്റ്റോക്കുകളിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ ബിഗിനേഴ്സിനായിട്ട് ഞങ്ങളൊരു യൂട്യൂബ് സീരീസ് കൂടി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഇനി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം. ബജാജ് ഫിനാൻസ്, അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്സ്, വൺ മൊബിക്വിക്, ആരതി ഡ്രഗ്സ്, ആരതി ബിർള ക്യാപിറ്റൽ, ഡോക്ടർ അഗർവാൾ ഹെൽത്ത് കെയർ, കാസ്ട്രോൾ ഇന്ത്യ, ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ, HFCL, JK ലക്ഷ്മി സിമൻറ്റ്, മാൻകൈൻഡ് ഫാർമ, നസാറ ടെക്നോളജീസ്, NMDC, പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ്, റെസ്റ്റോറൻറ്റ് ബ്രാൻഡ്സ് ഏഷ്യ, ത്രിവേണി ടർബൈൻ, വരുൺ ബിവറേജസ്, സൈഡസ് വെൽനസ് തുടങ്ങിയവയാണ്. ഇനി പ്രധാനപ്പെട്ട കമ്പനികളുടെ Q3 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം UPL എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 52.2% ഇടിവാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 12% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 12,269 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ടാക്സ് എക്സ്പെൻസായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 181 കോടി രൂപയാണ്. അടുത്ത PB ഫിൻടെക് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 165% വർധനവ് വന്നിരിക്കുന്നു. 189.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 37.1% വർധനവ് വന്നു. 1771.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ആഫീസ് സ്പേസ് സൊല്യൂഷൻസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 42.7% വർധനവ് വന്നിരിക്കുന്നു. 21.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 20.2% വർധനവ് വന്നു. 381.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത തെർമാക്സ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 80.3% വലിയൊരു വർധനവ് ഉണ്ടായിരിക്കുന്നു. 205 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 4.2% വർധനവ് വന്നു. 2634.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഈ പറഞ്ഞ എല്ലാം ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ FIS 1832 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIS ആവട്ടെ 2446 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. 25,088 263 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ നല്ലൊരു പോസിറ്റീവ് ക്യാൻഡിലാണ് ഇന്നലെ തിങ്കളാഴ്ച ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റി മുൻപ് പലതവണയും റെസിസ്റ്റൻസ് എടുത്ത ഈ ഒരു അപ്സൈഡിലെ ഈ റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈനിൽ തന്നെയാണ് ഇപ്പോഴും സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അപ്സൈഡിൽ 25,430 പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. ഇനി ഡൗൺ സൈഡിലേക്ക് വന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവൽ 24,571 ഇത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ വലിയൊരു ഫോൾ തന്നെ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് 25,160 മുതൽ 25,200 വരെയുള്ള സോണാണ്. 200 EMA ആ ഒരു ലെവലിൽ തന്നെയാണുള്ളത്. ഇനി അപ്സൈഡിൽ വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് ഇന്നത്തെ വലിയ ഗ്യാപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയായിരിക്കും പ്രധാനപ്പെട്ടതാവുക. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,619 202 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ നല്ലൊരു റിക്കവറി തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്സൈഡിൽ നമ്മൾ പ്രധാനപ്പെട്ടതായി പറഞ്ഞ 58,598 മുകളിലായിട്ട് ക്ലോസിംഗ് വെച്ചിട്ടുണ്ട്. ഇനി അപ്സൈഡിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത്. കൂടാതെ ബാങ്ക് നിഫ്റ്റിയിൽ ഇനി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് 59,000 മുതൽ 59,300 വരെയുള്ള ആ ഒരു സോൺ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം 20-50 ഡേ EMAകൾ ഈ ഒരു ലെവലിനുള്ളിലായിട്ടാണുള്ളത്. നിഫ്റ്റിയിൽ ലഭിക്കുന്ന ഒരു ബൗൺസ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ലഭിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ഓൾ ടൈം ഹൈ ലെവലൊക്കെ അച്ചീവ് ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. ഏതായാലും ഇന്നത്തെ ട്രേഡിംഗ് വളരെ ക്രൂഷ്യൽ തന്നെയാണ്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.